സ്കൂൾ അധ്യാപക സംഘടനകളുടെ എണ്ണം കുറയ്ക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ എതിർപ്പ് ഉയർന്നു. ഹിതപരിശോധന നടത്തി 25% വോട്ട് നേടുന്നവരെ അംഗീകരിക്കണമെന്നാണ് സംഘടനാ നേതാക്കളുടെ അഭിപ്രായം. എല്ലാ മേഖലകളിലും കാറ്റഗറിക്കലായി പരിശോധന നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെടുന്നു. 1,70,000-ലധികം സർക്കാർ എയ്ഡഡ് അധ്യാപകരാണ് സ്ഥാനത്തുള്ളത്. ഇവർക്കായി 42-ലധികം അധ്യാപക യൂണിയനുകളുമുണ്ട്. സംഘടനകളുടെ ബാഹുല്യം സ്കൂളുകളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഹിതപരിശോധന. എന്നാൽ റഫറണ്ടത്തിലൂടെ 4/1 വോട്ട് നേടുന്നവരെ അംഗീകരിക്കണമെന്നാണ് അധ്യാപക സംഘടനാ നേതാക്കളുടെ ആവശ്യം. ഈ സംഘടനകളെ റഫറണ്ടം നടത്തിയ ഇല്ലായ്മ ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ മാത്രം റഫറണ്ടം നടത്തണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. ഹയർ സെക്കൻഡറി മേഖലയിൽ റഫറണ്ടം നടത്തി 25% മുകളിൽ വോട്ട് നേടുന്നവരെ അംഗീകരിക്കുക എന്ന സർക്കാർ നയം, അതായത് KER വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നയം നടപ്പിലാക്കണമെന്ന് HST ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കാറ്റഗറിക്കൽ സംഘടനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സർക്കാർ ഒരു ഭരണകൂട ഭീകരത സൃഷ്ടിക്കുകയാണ്. ഈ മാസം 19-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള അധ്യാപകരുടെ പൊതുസംഘടനകൾക്ക് മാത്രമായിരിക്കും അംഗീകാരം. പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന സംഘടനകളെ അംഗീകരിക്കില്ല. യോഗത്തിന് ശേഷം വിദ്യാഭ്യാസ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനാണ് സർക്കാർ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.